ഇക്കുറി ത്രികോണ പോരാട്ടമാണ്. കഴിഞ്ഞ തവണയും ഏതാണ്ട് ത്രികോണ പോരാട്ടമാണ്. കഴിഞ്ഞ തവണ ഒരുപക്ഷെ പത്തനംതിട്ട വലിയ ദേശീയ ശ്രദ്ധ ആകർഷണ മണ്ഡലമൊക്കെയാണ് ശബരിമല സമയത്തൊക്കെ. ഇക്കുറി അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നാളെ കലാശ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ആവേശം അങ്ങനെ പ്രകടമാകും അവിടെ പത്തനംതിട്ടയിലും? ശ്രീത്, അതിൽ ഏറ്റവും രസകരമായ കാര്യം അഷ്മി, ഇന്നലെ സംഭവിച്ചൊരു കാര്യമാണ്. ഇന്നലെ ബിലീവേഴ്സ് സഭ, അതായത് KP യോഹന്നാൻ്റെ ബിലീവേഴ്സ്, അവർ അനിൽ ആന്റണിയെ വിളിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവരുടെ പിന്തുണ അനിൽ ആന്റണിക്കാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം ആ വാർത്ത ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. ഒരു സഭ കൃത്യമായ രീതിയിൽ BJPക്ക് ഒരു മടിയുമില്ലാതെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന അനിൽ K. ആന്റണിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു എന്ന തരത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. അങ്ങനെ ഇത് കൂടാതെ പെന്തക്കോസ്ത് സഭ, അവർ എൻ ബ്ലോക്കായി ആന്റോ ആന്റണിക്കൊപ്പം നിന്നിരുന്ന ഒരു സഭയായിരുന്നു പെന്തക്കോസ്ത് സഭ. അത് ഇത്തവണ മാറുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അത് വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഓർത്തഡോക്സ് സഭ പൂർണ്ണമായി തന്നെ ഒരുപക്ഷെ ആന്റോ ആന്റണിക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്ന പ്രതീതി UDF വരുത്തുന്നു. അങ്ങനെ കളം മൂക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കളം കൊഴുക്കുന്ന സമയത്ത് ഇവിടെ ഈ മത്സരത്തിൻ്റെ ചൂട് വളരെ വളരെ കൂടുതൽ തന്നെയാണ്, നിസ്സംശയം പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം ആന്റോ ആന്റണി കഴിഞ്ഞ തവണ വിജയിച്ചത് 40,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതിനു മുൻപ് അതിനും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ശബരിമല കനത്തു നിൽക്കുന്ന സമയത്ത് കുറേ വോട്ടുകൾ UDFൻ്റെയും LDFൻ്റെയും ഒക്കെ തന്നെ BJP പിടിച്ചിരുന്നു. അത് ഇത്തവണ അനിൽ ആന്റണി പിടിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അനിൽ ആന്റണി പിടിക്കുന്ന വോട്ടുകളുടെ അനുസരിച്ചിരിക്കും മുന്നണികളുടെ ജയപരാജയമെന്ന് നിസ്സംശയം പറയാം. എന്തായാലും തോമസ് ഐസക് പ്രചാരണം അവസാനിപ്പിച്ചു. ഇന്ന് കാര്യമായ രീതിയിലുള്ള പ്രചരണങ്ങളില്ല. വൈകുന്നേരം ചില റോഡ് ഷോകളും മാത്രമേ ഉള്ളൂ. ആന്റോ ആന്റണി ആകട്ടെ മുണ്ടക്കയത്താണ്, അനിൽ ആന്റണി മുക്കടയിലാണ് ഉള്ളത്. അങ്ങനെ സ്ഥാനാർത്ഥികളെയൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ വീണ്ടും പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കാം. എന്തായാലും പത്തനംതിട്ട കളം നിറഞ്ഞു കഴിഞ്ഞു. നല്ല ചൂടാണ്. ഇന്നലെ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇന്നെന്തായാലും ചൂട് കനക്കും. തെരഞ്ഞെടുപ്പ് ചൂട് അവസാന നിമിഷത്തിലും അതുപോലെ തന്നെ 90 ഡിഗ്രിയിൽ നിൽക്കുകയാണ് ഹാഷ്മി, നിസ്സംശയം പറയാം പത്തനംതിട്ടയിൽ നിന്ന്.